ഹായ്, എനിക്കുണ്ടല്ലോ സ്റ്റേഷനറീസ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നല്ല ബുക്സ് ഇഷ്ടമാണ്, സ്കിൻ കെയർ ഇഷ്ടമാണ്, പിന്നെ ഹോം ഡെക്കർ, ഓർഗനൈസേഴ്സ് ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഈ ഒരു കാറ്റഗറിയിൽ എന്തൊരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നാലും അതൊന്ന് എക്സൈറ്റ് ചെയ്യിക്കുന്നു എന്ന് കണ്ട അപ്പം തന്നെ ഞാനത് കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് ഞാനത് വാങ്ങിക്കുമായിരുന്നു. പക്ഷേ ലേറ്റ്ലി ഐ ഹാവ് റിയലൈസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് മേക്കിംഗ് മീ ജെനുവൻലി ഹാപ്പി. നമുക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം, നമ്മൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത പൈസ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ പുതിയ എക്സ്പീരിയൻസ് നേടാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന എക്സൈറ്റ്മെൻറ്റ്, ഇതിൻ്റെയൊക്കെ ഏഴയലത്ത് ഈ ഒരു മൊമെൻ്ററി ഹാപ്പിനെസ് എത്തുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു ബുക്കിലാട്ടോ ഞാൻ ആദ്യമായിട്ട് ലോ ബൈ ഇയർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ പറ്റി വായിക്കുന്നതും മനസ്സിലാക്കുന്നതും. ആൻഡ് ഈ ഒരു ഓർഡർ പോയ അതേ ഒരു ഷോപ്പിംഗ് സ്ട്രഗിൾസിൽ കൂടെ തന്നെയാണ് ഞാനും പോകുന്നതെന്ന് എനിക്കൊന്ന് റിയലൈസേഷൻ വന്നപ്പോഴാണ് ഐ തോട്ട് ഓഫ് മേക്കിംഗ് കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് ഇൻ മൈ ലൈഫ്. ആൻഡ് ഈ ചേഞ്ചസ് ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് ഒരു കുട്ടിയൊരു വീഡിയോ ആയിരിക്കും ഇത്. വേറെ ഐ വാക്ക് യു ത്രൂ ഓൺ എന്താണ് ലോ ബൈ ഇയർ, എന്തൊരു പോയിൻ്റ് എത്തുമ്പോഴാണ് നിങ്ങൾ ലോ ബൈ ഇയർ തുടങ്ങേണ്ടത്, ഹൗ യു ഷുഡ് ഡൂ ഇറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വിക്കായിട്ട് ഞാനൊരു വാക്ക് ത്രൂ ഞാൻ ഈ വീഡിയോ കൂടെ തരാം. സോ യാ. ആൻഡ് ഹേയ്, ഇഫ് യു ആർ ന്യൂ ഹിയർ, മൈ നെയിം ഇസ് സാറ. ഞാൻ സ്ലോ ലിവിങ്, ഇൻറ്റൻഷണൽ ലിവിങ് എന്നുള്ള കോൺസെപ്റ്റ്സിനെയൊക്കെ പറ്റി വീഡിയോസ് ഇടുന്ന ഒരു കുഞ്ഞു ക്രിയേറ്ററാണ്. സോ വെൽക്കം അബോർഡ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ഇൻ ടു ദ വീഡിയോ. ലോ ബൈ ഇയർ, ഇത് ഭയങ്കര വലിയൊരു കോൺസെപ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ഇറ്റ് സൗണ്ട്സ്. നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഓരോ കാര്യങ്ങളും ഇൻറ്റൻഷനലായിട്ട് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളൊരു കോൺസെപ്റ്റാണിത്. നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കുമ്പം നമ്മുടെ കുറേ പർച്ചേസസ് അറ്റ് ദി എൻഡ് ഓഫ് ദ പർച്ചേസ് നമ്മൾ ശരിക്കും ആലോചിക്കും, എനിക്കിത് വേണമായിരുന്നോ, അല്ലെങ്കിൽ എനിക്കിതുപോലൊരു സാധനം എൻ്റെ വീട്ടിലിരിപ്പില്ലേ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ തലയിൽ കൂടെ പോകല്ലേ. വിച്ച് മീൻ അതൊക്കെ ഒരു ഇമ്പൾസീവ് പർച്ചേസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വാല്യൂ ആഡ് ചെയ്യാത്തൊരു പർച്ചേസ് ആയിരുന്നു അല്ലേ. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഇയർ ആണ് ദിസ് ലോ ബൈ ഇയർ. ടു റീസൺസ് കാരണമാണ് ഞാൻ ഒരു ലോ ബൈ ഇയർ തുടങ്ങാമെന്ന് വിചാരിച്ചത്. ദ നമ്പർ 1 റീസൺ ഇസ് ബിക്കോസ് എല്ലാ മാസവും ഉണ്ടല്ലോ, ടുവേർഡ്സ് 29, 30th ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് നോക്കുമ്പം വി സംഹൗ ന്യൂ ദാറ്റ് ഓക്കെ, ഞാൻ ഈ മാസം സേവ് ചെയ്യാൻ ഉദ്ദേശിച്ച പൈസയുടെ അത്ര ഞാൻ സേവ് ചെയ്തിട്ടില്ലല്ലോ, വേർ ഡിഡ് ഐ സ്പെൻഡ് എക്സ്ട്രാ എന്നൊരു തോന്നലൊക്കെ വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു പർച്ചേസസ് ഒക്കെ നോട്ട് ചെയ്യുന്നത്. To be honest, I'm not a shopaholic. I don't find a lot of joy in shopping. പക്ഷേ ഷോപ്പിംഗ് എനിക്കൊരു തെറാപ്പി, അല്ലെങ്കിൽ ഒരു ചെറിയ റിലാക്സേഷൻ പോലെ ആണ്. അതായത് എൻ്റെ മനസ്സ് വറീഡായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങൾ ഓൺലൈൻ കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങിക്കുമായിരുന്നു. ഐ ഡോണ്ട് യൂസ് ടു തിങ്ക് എ ലോട്ട് അറൗണ്ട് ഇറ്റ്, റൈറ്റ്? സോ ഇങ്ങനത്തെ ചെറുതായിട്ടുള്ള പർച്ചേസ് വന്നിട്ടാകുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുമായിരുന്നു. ആൻഡ് ഇതൊക്കെ എനിക്ക് വേണമായിരുന്നു എന്ന് ചോദിച്ചാൽ വേണ്ട, എനിക്ക് സെയിം സാധനങ്ങൾ അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ എൻ്റെ ലൈഫിൽ ഓൾറെഡി ഉണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഐ ക്യാൻ വർക്ക് അറൗണ്ട് വിത്ത് ദ തിങ്സ് ദറ്റ് ഐ ഓൾറെഡി ഹാവ് ഇൻ മൈ ലൈഫ്. പക്ഷെ അതൊക്കെ ഭയങ്കര ഓവർസീ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷോപ്പ് ചെയ്യുന്നു. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് മൈ മന്ത് എൻ്റെ കയ്യിൽ പൈസ തികയുന്നില്ല എന്നുള്ളൊരു ഒരു സ്റ്റേജിലേക്ക് നമ്മളിങ്ങനെ എത്തും. ദാറ്റ്സ് റീസൺ നമ്പർ 1. റീസൺ നമ്പർ 2, ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് മൈ സ്ട്രോങ്ങസ്റ്റ് റീസൺ, എനിക്ക് ലൈഫിൽ ഷോപ്പിംഗ് അല്ലാണ്ട് കുറേ സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഫോർ എക്സാമ്പിൾ, അത് ഫുഡായിരിക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ആയിരിക്കും, ട്രാവൽ ആയിരിക്കും. സോ ഐ വോണ്ട് ടു സേവ് ഫോർ ഓൾ ദീസ്. എനിക്കിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് എൻ്റെ പൈസ കളയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇൻസ്റ്റഡ് ഐ വുഡ് വോണ്ട് ടു സേവ് ഫോർ സംതിങ് ദാറ്റ് ആക്ച്വലി മാറ്റേഴ്സ്. അതിപ്പം ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗോളിലേക്കായിരിക്കാം, എനി ഫിനാൻഷ്യൽ ഗോൾ, റൈറ്റ്? സോ എനിക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഞാൻ ട്രൂലി വാല്യൂ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് എനിക്ക് കുറച്ച് മണി സേവ് ചെയ്യണം എന്നുള്ളൊരു ഫൈനാൻഷ്യൽ ഗോൾ എൻ്റെ മുന്നിൽ വന്നപ്പോഴാണ് ദാറ്റ് ഐ ഡിസൈഡഡ് ഐ വുഡ് വോണ്ട് ടു സ്റ്റോപ്പ് ഓൺ ദിസ് കുഞ്ഞു കുഞ്ഞു പർച്ചേസസ്. ഇനി ഞാനിത് എങ്ങനെ ചെയ്തതെന്നുള്ളത്, അഡ്വാൻസ്ഡ് ആയിട്ട് ലോ ബൈ ഇയർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അത്ര ക്ഷമയൊന്നും എനിക്കില്ല.
സോ എനിക്ക് കിട്ടിയൊരു എക്സൽ ഷീറ്റ് അല്ലെ ഒരു പേപ്പറും പെന്നും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ടഗേന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഗോൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുക. ഫോർ എക്സാമ്പിൾ 3 months കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വലിയൊരു എമൗണ്ട് ഓഫ് മണി നിങ്ങളുടെ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻ 3 years ഓഫ് ടൈം, 2 years ഓഫ് ടൈം നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ വിഷൻ, റൈറ്റ്? സോ അത് നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക, ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു അച്ചീവ് എന്നുള്ളത്. ഈ ഒരു മണി ഞാൻ സേവ് ചെയ്യുന്നത് കൊണ്ട് ആ മണി എന്തിനായിരിക്കും ഉപയോഗിക്കുന്നതെന്നുള്ള ഒരു ഗോൾ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമതെന്ന് പറയുന്നത് നിങ്ങളൊരു എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ ഒരു പേപ്പറോ പെന്നോ എടുത്തിട്ട് 2 കോളം ഉണ്ടാക്കുക. അതിൽ ആദ്യത്തെ കോളത്തിൽ തിങ്സ് യു ക്യാൻ ബൈ, സെക്കൻഡ് കോളത്തിൽ തിങ്സ് യു കനോട്ട് ബൈ. ഓക്കെ, എനിക്കുള്ള തിങ്സ് യു ക്യാൻ ബൈ ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്, നമ്മുടെ പ്രിഫറൻസസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. പക്ഷേ ദി എൻഡ് ഗോൾ ഇസ് നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം ദാറ്റ് ഇത്ര സാധനങ്ങൾ ഞാൻ അധികം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ, വെറുതെ ഞാൻ വാങ്ങിക്കില്ല എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എൻ്റെ കേസിൽ പറയുവാണെങ്കിൽ തിങ്സ് ദറ്റ് യു ക്യാൻ ബൈയിൽ ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വാസ് ഗ്രോസറി, എൻ്റെ ടോയ്ലറ്ററീസ്, സ്കിൻ കെയർ, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രം വെൻ ഐ വോണ്ട് ടു റീഫിൽ ഇറ്റ്. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്, ഒരു സെറ്റ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്. തിങ്സ് യു കാണ്ട് ബൈയിൽ വരുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്ന ബുക്സ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്ന ഹോം ഡെക്കോർ, എനിക്ക് അത്യാവശ്യമില്ലാണ്ട് ഞാൻ കാണുമ്പോൾ ഹായ് എന്ന് തോന്നി വാങ്ങിക്കുന്ന സ്റ്റേഷനറീസ്. സോ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാനൊരു പോസ് ഇട്ടു, തിങ്സ് യു കാണ്ട് ബൈ എന്നുള്ളൊരു ലിസ്റ്റിലേക്ക് ആക്കി വെച്ചു. സോ ഈ ഒരു കാറ്റഗറി നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരിക്കണം, ഓക്കെ ഇതാണ് എനിക്ക് വേണ്ടത്, ഇതാണ് എനിക്ക് വേണ്ടാത്തത്, അത്യാവശ്യമില്ലാത്തത് എന്നുള്ളൊരു കാറ്റഗറി സെക്കൻഡായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ മനുഷ്യരാണല്ലേ, എത്ര തിങ്സ് യു കാണ്ട് ബൈ എഴുതിയാലും ഒരു ഇൻഫ്ലുവൻസർ ഈ പ്രൊഡക്റ്റ് അടിപൊളിയാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സൊന്ന് ചാഞ്ചാരും അല്ലേ, അത് വാങ്ങിച്ച അടിപൊളിയായിരിക്കും എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. ഓക്കെ, ആ തോന്നലിനെ അങ്ങ് അക്നോളജ് ചെയ്യുക. ഓക്കെ, ആ തോന്നൽ വന്നോട്ടെ, പക്ഷേ ഈ ഒരു റൂള് വഴി നമ്മൾ അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യണം. 24-hour റൂൾ. അതായത് നിങ്ങൾക്ക് എന്തൊരു സാധനം തിങ്സ് യു ക്യാനോട്ട് ബൈയില്ല എന്തൊരു സാധനം നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തോ, പക്ഷേ നിങ്ങളതൊരിക്കലും അപ്പം വാങ്ങിക്കരുത്. ഗിവ് ഇറ്റ് 24 to 48 hours. അത്രയും സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ വീണ്ടും ചിന്തിക്കുകയാണ് അതില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജ് വരുവാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് വാങ്ങിക്കുക. ദ റീസൺ ഐ ടെൽ യു വൈ. ഓക്കെ, നമ്മൾ ഏൺ ചെയ്യുന്ന മണി നമുക്ക് അത്ര ആഗ്രഹം വരുവാണെങ്കിൽ വി ഷുഡ് ബൈ ഇറ്റ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് വി ഷുഡൻറ്റ് സ്പെൻഡ് മണി അറ്റ് ഓൾ. പക്ഷെ അതിലൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം, അത് ഇൻറ്റൻഷനൽ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ആഡ് സം വാല്യൂ ബാക്ക് ഇൻ ടു യുവർ ലൈഫ്. അത് മാത്രമേ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ബട്ട് ദ ഫണ്ണി തിങ് ഹിയർ, ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഒരു ഫണ്ണി തിങ് ഉള്ളത് 24 hour കഴിഞ്ഞ് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കത്ത് പോലുമില്ല. 24 കഴിഞ്ഞ് 48 hour കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞ് വിഷ് ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഇത് ഞാൻ അന്ന് ആഡ് ചെയ്ത് എന്തിനാണാവോ ആഡ് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, സോ വെനെവർ യു ലൈക്ക് സംതിങ് ആഡ് ദാറ്റ് ഇൻ ടു യുവർ കാർട്ട്. ഇഫ് യു ഫീൽ ലൈക്ക് അതില്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഓർ ഐ വുഡ് ബാഡ്ലി വോണ്ട് ദാറ്റ് എന്നൊരു തോന്നൽ വരുവാന്നുണ്ടെങ്കിൽ ബൈ ഇറ്റ് ബിക്കോസ് യു ഏൺ ഇറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, റൈറ്റ്? സോ യാ, അതാണ് തേർഡ് റൂൾ, 24-hour റൂൾ. നിങ്ങൾക്കിപ്പോൾ എന്നോട് ചോദിക്കാം, നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ തത്രപ്പാടുപെടുന്നതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പക്ഷെ നമ്മളിത് ചെയ്ത് തുടങ്ങുമ്പോഴുണ്ടല്ലോ നമുക്ക് കുറേ അഡീഷണൽ ബെനിഫിറ്റ്സ് ഇതുവഴി കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവും. എനിക്ക് എവിഡൻ്റ് ആയിട്ട് നിന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഗിവ്സ് മീ എ ക്ലിയർ കട്ട് പിക്ചർ ഓൺ മൈ സ്പെൻഡിങ് ഹാബിറ്റ്സ്. ഓക്കെ, ഞാൻ എവിടെയാണ് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ബ്ലൂ പ്രിൻറ്റ് എനിക്ക് ഇതുവഴി കിട്ടും. ആൻഡ് ഐ ഫൈൻഡ് ദാറ്റ് റിയലി വാല്യുബിൾ. നമ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ സ്പേസ് ഇൻവേഡ് ചെയ്യാണ് ഓരോ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഓൾറെഡി ഒരു നല്ലൊരു ടീ കണ്ടെയ്നർ ഉണ്ട്, ടീ ഒക്കെ വെക്കുന്ന കണ്ടെയ്നർ ഉണ്ട്. പക്ഷേ വേറൊരു നല്ലൊരു സാധനം കാണുമ്പോൾ ഞാനത് വീണ്ടും കൊണ്ടുവരും. അപ്പോൾ ഞാൻ ആ പഴയ ടീ കണ്ടെയ്നർ എവിടെ വെക്കും? മനസ്സിലായോ? നമുക്ക് ഓൾറെഡി കുറേ സാധനങ്ങൾ ഉണ്ടാവും, പക്ഷേ വീണ്ടും നമ്മൾ വാങ്ങിച്ച് കൂട്ടി അത് ഫിസിക്കൽ സ്പേസിനെ ഭയങ്കരമായിട്ട് ഇൻവേഡ് ചെയ്യും. ഫിസിക്കൽ സ്പേസ് ക്രൗഡഡ് ആയാൽ ഡെഫിനറ്റ്ലി നമ്മുടെ മെൻ്റലും പോക്കാണ്. മെൻ്റൽ സ്പേസും ഭയങ്കര ക്ലട്ടറാവും, മെൻ്റൽ ക്ലട്ടർ കൂടും. പിന്നെ ലൈക്ക് ഇറ്റ്സ് നോട്ട് നൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, റൈറ്റ്? സോ ആ ഒരു ക്ലട്ടറൊക്കെ ഒഴിവാക്കാൻ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രാക്ടീസ്. ഇറ്റ്സ് നോട്ട് എ ഹാബിറ്റ്, ഇറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ്. പിന്നെ ഞാനൊരു കാര്യം ഒബ്സർവ് ചെയ്തത്, നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വാല്യൂ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ
നമുക്കൊരു നല്ല ഷർട്ടുണ്ട് എന്ന് വിചാരിക്കുക, പക്ഷേ ആ ഷർട്ട് നമ്മൾ ഇതുവരെ വെയർ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ എൻ്റെ മുകളിൽ കുറേ വാങ്ങിച്ചു കൂട്ടി ഈ ഒരു പഴയ ഷർട്ടിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ നൈസ്, ഇറ്റ്സ് സ്റ്റിൽ ബ്യൂട്ടിഫുൾ. അത് ഇപ്പോഴും ചീത്തയൊന്നും ആകാണ്ട് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ അത് ഇടാം, റൈറ്റ്? സോ വി വിൽ സ്റ്റാർട്ട് ടു അപ്രീഷിയേറ്റ് തിങ്സ് ദാറ്റ് വി ഓൺ കറൻ്റ്ലി. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടല്ലോ. ഇത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. മേ ബി നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്കും കുറേ നല്ല നല്ല ബെനിഫിറ്റ്സ് തോന്നുമായിരിക്കും. ആൻഡ് yeah, that's the point at the end of the day, right? So yeah, ഞാനുണ്ടല്ലോ ഇതിപ്പം ജാനുവരി, ഫെബ്, മാർച്ച് 3 months ആയിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാനുവരിയിൽ തുടങ്ങിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഈ ലിസ്റ്റ് വഴിയൊക്കെ ഫോളോ ചെയ്തു, വേണ്ടാത്തുള്ള കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല. പക്ഷേ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പം ഇത് കൊള്ളാലോ, എനിക്ക് വാങ്ങിച്ചാൽ കൊള്ളാലോ എന്ന് വിചാരിച്ച് ഇതൊക്കെ ചെയ്തിട്ടും അങ്ങ് നമ്മൾ വാങ്ങിച്ചു പോകും. ആൻഡ് അതെനിക്ക് പറ്റിയിട്ടുണ്ട്. അത് ഐ എം ബീയിങ് വെരി ഓണസ്റ്റ്, എനിക്കത് പറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഓവർനൈറ്റ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ ഒരു ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് അല്ല. ഇറ്റ് റിക്വയർസ് പ്രാക്ടീസ്, റൈറ്റ്? ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് തന്നെ വേണം. നമുക്കത് കോൺഷ്യസ് ആയിട്ട് തന്നെ ചെയ്യണം. സോ ഇറ്റ് ഡസൻ മീൻ ദാറ്റ് നിങ്ങൾ ഒരു സാധനം വാങ്ങിച്ചു, അത് കാരണം ഞാൻ ലോ ബൈ ഇയർ നിർത്തുകയാണ്, ബാക്ക് ഇൻ ടു മൈ പണ്ടത്തെ ഷോപ്പിംഗ് ലൂപ്പിലേക്ക് പോകാമെന്നല്ല. ഗിവ് ഇറ്റ് ടൈം. നിങ്ങൾ ചിലപ്പോൾ മാർച്ചിൽ സാധനങ്ങൾ വാങ്ങിക്കും, ഫെബ്രുവരിയിൽ സാധനങ്ങൾ വാങ്ങിക്കും, ജാനുവരിയിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ദ തിങ് ഇസ് ദാറ്റ് യു വിൽ സ്ലോലി ഒബ്സർവ് ദാറ്റ് നിങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് കുറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് അത് ഡെഫിനറ്റ്ലി ഒരു ഹാപ്പിനെസ് നമുക്ക് തരും. ആൻഡ് യു വിൽ ഓൾസോ ഫൈൻഡ് ദി ഹാപ്പിനെസ് വെൻ യു സീ ദ മണി ബാക്ക് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്, അല്ലേ? സോ അതാ ഒരു ഗോള്, നമ്മുടെ മണി ഗോൾ ഉണ്ടല്ലോ, ആ ഒരു ഗോള് നിങ്ങൾ ഭയങ്കര ഒരു വിഷനായിട്ട് പോലെ എടുത്തിട്ട് യു ഗോ ഫോർവേഡ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ബട്ട് വൺ ഡിസ്ക്ലെയിമർ മേ ബി, കുറേ ആൾക്കാർക്കുണ്ടല്ലോ, ഞാൻ സംസാരിച്ചിട്ട് കുറേ ആൾക്കാർക്ക് ഷോപ്പിംഗ് എന്ന് പറയുന്നത് തെറാപ്പിയാണ്. തെറാപ്പി ഇൻ ദ സെൻസ് ഇറ്റ്സ് ദേ ലവ് ദാറ്റ് ഡിയർലി. അങ്ങനെയുള്ളവർ ഇത് അറ്റംപ്റ്റ് ചെയ്തതെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഡു നോട്ട് ഡു ഇറ്റ്. ബിക്കോസ് മേ ബി നിങ്ങൾക്കത് റെഡ്യൂസ് ചെയ്യാം, പക്ഷേ ഇഫ് വൺ ഹാബിറ്റ് ഗിവ്സ് യു ഹാപ്പിനെസ്, കണ്ടിന്യൂ ഇറ്റ്. പക്ഷെ നിങ്ങളത് ചെയ്യുമ്പോഴും അത് വേണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മേ ബി നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഇഫ് ഹാബിറ്റ് ഗിവ്സ് യു ഹാപ്പിനെസ്, ഡു നോട്ട് ഗോ അവേ ഫ്രം ഇറ്റ്. ഇത് ഇസ് ഫോർ പീപ്പിൾ ഹു ഫീൽ ദാറ്റ് യുനോ എൻ്റെ ഷോപ്പിംഗ് കാരണം ഞാൻ കുറേ പൈസ കളയുന്നു എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. സോ if that's it, I think this video is helpful. ഞാൻ കുറേ ആലോചിച്ചിട്ടോ ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന്. പക്ഷേ ആസ് ഐ മെൻഷൻ, റൈറ്റ്, ഞാൻ ഇവിടെ ചെയ്യുന്ന വീഡിയോസൊക്കെ സംതിങ് ദറ്റ്സ് ആഡഡ് വാല്യൂ ബാക്ക് ഇൻ മൈ ലൈഫ്. സോ അത് എനിക്ക് ഷെയർ ചെയ്യുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ആൻഡ് ഇഫ് one or the other person can take some insights from it, I'll be more than happy. Okay, so yep, that's it about today's video. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ഹാർട്ട് താഴെ ഇടുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഫ്യൂച്ചർ വീഡിയോസോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണോ കൂടുതൽ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ലെറ്റ് മീ നോ ആൻഡ് we'll work on it together. So have a good time guys, have a good life. Up until next time, bye bye.